RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ ബാഴ്സലോണ സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയിട്ട് 3-2 പരാജയപ്പെടുത്തിയിട്ട് എൽ ക്ലാസിക്കോ വിജയിച്ചിരിക്കുക. അതേകൂടി കിട്ടി സ്പാനിഷ് സൂപ്പർ കപ്പ് തുടർച്ചയായിട്ട് രണ്ടാം തവണയും തൂക്കിയിരിക്കുകയാണ്. പെപ്പിന്റെ കാലത്തായിരുന്നു ഇതിനു മുമ്പ് സ്പാനിഷ് സൂപ്പർ കപ്പ് തൂക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മുടെ ഫ്ലിക്ക് ആശാൻ വന്നിട്ട് ഇതാ രണ്ടാമത്തെ തുടർച്ചയായി അവസാന 6 എൽ ക്ലാസിക്കോയില് 5 വിജയിച്ചിരിക്കുന്ന ബാഴ്സലോണ. അതും ഇന്നത്തെ കളി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് എമ്മാതിരി ഡൊമിനേഷൻ ആയിരുന്നു ബാഴ്സയുടെ. സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ കളി അങ്ങോട്ട് മാറി. റയൽ കുറച്ചുകൂടെ കളിയിലേക്കും വരാൻ തുടങ്ങി, ആക്രമണവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ തുടങ്ങി. പക്ഷേ അവസാന റിസൾട്ട് വിസിലും ഓടുന്ന സമയത്ത് 3-2 വിജയവുമായിട്ട് ബാഴ്സലോണ ഒരിക്കൽ കൂടി സ്പാനിഷ് സൂപ്പർ കപ്പ് സ്വന്തമാക്കുകയാണ്. ഈ അടുത്ത കാലത്തൊന്നും ഇത്ര വീർപ്പ് മുട്ടിച്ചും ടെൻഷൻ അടിച്ചിട്ട് എൽ ക്ലാസിക്കോ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാല് ഇങ്ങനെ ഹെയറിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു, ഇങ്ങനെ ചൂടെടുത്തിട്ട് എന്താ പറയാ ടെൻഷൻ അടിച്ചിട്ട് ഒരുമാതിരി എന്താ പറയാ വാക്കുകളില്ല, അങ്ങനെ ഇരുന്നൊരു എൽ ക്ലാസിക്കോ. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ട് ബാഴ്സ അടിക്കുന്നു വിചാരിച്ചു. പക്ഷെ ഫസ്റ്റ് ഹാഫ് എക്സ്ട്രാ ടൈമിൽ 2 ഗോള് റയൽ മാഡ്രിഡ് തിരിച്ചടിച്ചിട്ട് കളിയിലേക്ക് ഒരു തിരിച്ചുവരവുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കളിയൊക്കെ മാറി തുടങ്ങി. ബാഴ്സലോണയുടെ ആ ഡൊമിനേഷനൊക്കെ ഇവര് പരമാവധി പ്രസ് ചെയ്തിട്ട് ആ കളിയിലേക്ക് വരാൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ട് കുറെ ചാൻസുകൾ ക്രിയേറ്റ്, പക്ഷെ ഗോളൊന്നും റയൽ മാഡ്രിഡ് സ്കോർ ചെയ്യാൻ പറ്റില്ല. അവസാന കളി കഴിയുന്ന അവസാന വിസിൽ മുഴങ്ങുന്നതിന് തൊട്ട് മുമ്പ് കിട്ടിയ 2 ഗോൾഡൻ ചാൻസുകൾ റയൽ മാഡ്രിഡ് അടിച്ചിരുന്നെങ്കിൽ ഇന്നൊരു പെനാൽറ്റിയിൽ അവസാനിക്കേണ്ട ടൂർണമെന്റ് ആയിരുന്നു. ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് എനിക്കൊരു സമനിലയ്ക്കുള്ള ഒരു സ്കോപ്പ് കാണുന്നുണ്ട്. എന്റെ മനസ്സെങ്ങനെ കിടന്ന് പെട്ടയ്ക്ക, കളി അങ്ങോട്ട് തീരണം, നമ്മുടെ ടീം ജയിക്കണം തന്നെയാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുക അല്ലെ. നമ്മുടെ സ്വന്തം ടീം കളിക്കുമ്പോൾ ആ ഒരു ടീം ജയിക്കണം തന്നെ ആഗ്രഹിക്കുക. തീർച്ചയായിട്ടും നമ്മൾ ബാഴ്സലോണ ഫാനാണ്, ഇതുകൊണ്ട് ബാഴ്സലോണ ജയിക്കണം തന്നെയാണ് വിചാരിക്കുക. പക്ഷെ ഇമാതിരി ഒരു വീർപ്പ് മുട്ടിച്ചിട്ട് അങ്ങനെ അറ്റാക്ക് വരുന്നൊരു മൂഡ് കിട്ടില്ല, ആ ഒരു മൂഡിലേക്കൊക്കെ പോവാണ്. എന്താ പറഞ്ഞാല് ഇന്ന് തോറ്റു കഴിഞ്ഞാല് ചങ്ങായിമാരുടെ ഭാഗത്തുള്ള ട്രോളുകള്, അതേപോലെ തന്നെ കമന്റിൽ കുറെ ആൾക്കാർ വന്ന് ട്രോളുന്നത്, ഇതൊക്കെ ആലോചിക്കുമ്പോൾ ടെൻഷൻ തന്നെയാണ്. തുറക്കം ജയിച്ചാലും പോകും തോറ്റാലും പോകുന്നുള്ള അവസ്ഥയിലാണ്. അപ്പൊ എന്തായാലും ജയിച്ചിട്ട് പോകണതല്ലേ നല്ലത്. അങ്ങനെ എൽ ക്ലാസിക്കോ തൂക്കിയിരിക്കുകയാണ്. തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എൽ ക്ലാസിക്കോ അങ്ങനെ ജയിച്ചുകൊണ്ട് വരികയായിരുന്നു. കഴിഞ്ഞ സീസണിൽ 4 എൽ ക്ലാസിക്കോ ആണ്, 2 ലാലീഗ മത്സരങ്ങളും, ഒരു സൂപ്പർ എസ്പാനിയോളും, ഒരു സൂപ്പർ കോപ്പയും. അങ്ങനെ 4 കിരീടങ്ങൾ നേടിയിട്ട് ഈ സീസണിൽ തുടക്കത്തിൽ തന്നെ പഴിച്ചതാ 2-1. അപ്പോ ഈ കണ്ടിന്യൂസ് ആയിട്ട് റയലും ബാഴ്സയൊക്കെ ജയിച്ച കളികളിൽ 2-1 വിജയിച്ച് തുടങ്ങിയിരിക്കുന്നത്. അതേപോലെ ഈ സീസണിൽ 2-1 തുടങ്ങിയപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇന്ന് ബാഴ്സയ്ക്ക് എന്തെങ്കിലും പണി കിട്ടുമെന്ന്. പക്ഷെ കഴിഞ്ഞ ആ ഒരു സെമി ഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ കൂടെയുള്ള റയൽ മാഡ്രിഡിന്റെ കളി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ബാഴ്സയ്ക്ക് സ്കോപ്പ് ഉണ്ട്. പക്ഷെ അപ്പോഴും പറയുന്നുണ്ട് ഒരു പെനാൽറ്റിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ കളി നമ്മുടെ റഫീനിയ ചങ്ങായി ഉണ്ടല്ലോ, എൽ ക്ലാസിക്കോ ആയിക്കോട്ടെ, അതുപോലെ ഈ ചങ്ങായിനെ ഹൻസി ഫ്ലിക്ക് എന്തുകൊണ്ടാണ് ഇവിടെ പിടിച്ചു നിർത്തിയതെന്ന് കാണിച്ചു തന്നാണ്. എന്താ പറഞ്ഞാൽ ഈ ചങ്ങായിന്റെ കയ്യിലുള്ള സാധനം വെട്ടി മരുന്നുണ്ട് എന്ന് ഹൻസി ഫ്ലിക്കിന് അറിയാം. അതുകൊണ്ടാണ് ഇവിടുന്ന് പോവാൻ നിന്ന ചങ്ങായിനെ ഹൻസി ഫ്ലിക്ക് സൈൻ ചെയ്ത ഫസ്റ്റ് നടപടി എടുത്തത് റഫീനിയ ഇവിടെ പിടിച്ചു നിർത്താന്നുള്ള. എമ്മാതിരി പെർഫോമൻസ് ആണെന്നറിയോ. ഞാനൊരു അർജന്റീന ഫാനാണ്, പക്ഷെ ആയിട്ട് പോലും ഒരു ബ്രസീലുകാരനെ, നമ്മുടെ റൊണാൾഡീനോയ്ക്ക് ശേഷം ഒരു ബ്രസീലുകാരനെ, നെയ്മർക്ക് ശേഷം ഒരു ബ്രസീലുകാരനെ എത്രമാത്രം നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഈ ചങ്ങായിനാണ്. സൈലന്റ് കില്ലർ എന്ന് പറഞ്ഞാൽ സൈലന്റ് കില്ലറാ. അല്ലാണ്ട് എവിടെയെങ്കിലൊക്കെ പോയി കളിക്കുക. എന്നിട്ട് ഡിഫൻസിലും ഉണ്ട്, അതേപോലെ മിഡിലും ഉണ്ട്, അതേപോലെ അറ്റാക്കിങ്ങിലും ഉണ്ട്, ഗോൾ സ്കോറിങ്ങിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. കുമ്പിടിയോ എല്ലാവരും ഉണ്ട്. ആ ഒരു ഗോൾ ലൈൻ ക്ലിയറൻസോ, അതേപോലെ വിനിയുടെ ഒരു അറ്റാക്കിംഗ് വരുന്ന സമയത്ത് അതൊന്ന് ടാക്കിൾ ചെയ്തിട്ട് അത് കോർണർ കിക്കിലേക്ക് അടിച്ച് കളയുന്നുണ്ട്, ഔട്ട് ബോൾ. എമ്മാതിരി പെർഫോമൻസ് ആണ് ചങ്ങായി എടുത്തിരിക്കുന്നത്. മാൻ ഓഫ് ദി മാച്ച് നോക്കിയിട്ടാ പോയി 2 ഗോള് കിടിലൻ ഗോൾ. 34-ാം മിനിറ്റില് ചങ്ങായിക്ക് എമ്മാതിരി കിടിലൻ പാസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പാസ് കൊണ്ടുപോയിട്ട് ഞാൻ വിചാരിച്ചു അത് സൂപ്പർ ഗോൾ ചാൻസ് ആയിരുന്നു. അത് ആ ഒരു എന്താ പറയാ, ആ ഒരു സ്ലിപ്പ് ആയതിന്റെ പേരിലാണോ അത് ഇനി എന്താ പറ്റിയെന്ന് അറിയില്ല, ബാലൻസ് കിട്ടാതെ ചങ്ങായി അടിച്ചു കളഞ്ഞത് പോസ്റ്റിന്റെ വെളിയിലൂടെ പോയത്. കോർട്ടോയ്ക്ക് നേരെ കൂടി പോയില്ല എന്നുള്ള കാര്യം. അതിന് മുമ്പ് ഒരു കിടിലൻ ഷോട്ട് കോർട്ടോന്റെ നെഞ്ഞത്തിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ കോർട്ടോ അത് സിമ്പിളായിട്ട് അടുത്തിട്ടുണ്ടായിരുന്നു. അത് കിടിലൻ ഷോട്ടായിരുന്നു. അതിങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് റഫീനയുടെ ദിവസം അല്ലേ എന്ന് വിചാരിച്ച് കഴിഞ്ഞിങ്ങനെ സെക്കൻഡുകൾ കഴിയുമ്പോഴേക്കും ഫെർമിൻ ലോപ്പസിന്റെ ഒരു കിടിലൻ അസിസ്റ്റ്. സിമ്പിളായിട്ട് ആ പെനാൽറ്റി ബോക്സിന്റെ അവിടെ നിന്ന് കോർട്ടോനെ കാഴ്ചക്കാരനാക്കിയിട്ട് അങ്ങോട്ട് വിടുന്നുണ്ട്. ആ ഒരു ഇടതുവശത്ത് നിന്ന് വലതുവശത്തോടെ ഒരു പോക്ക് പോകുന്നുണ്ട്.
എന്റെ പൊന്നോ, ഒന്നുമില്ല, ആ ഒരു സ്റ്റേഡിയം എന്ന് പറഞ്ഞാല് റയലും ബാഴ്സയും നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ടീം ഗോൾ അടിക്കാൻ വേണ്ടി ഫസ്റ്റ് ഹാഫ് തുടങ്ങിയപ്പോ മുതൽ തുടങ്ങിയപ്പോ തന്നെ രണ്ട് ടീമുകൾ പരമാവധി സൂക്ഷിച്ചിട്ടാണ് കളിക്കണ്ടായിരുന്നത്. എന്താ പറഞ്ഞാൽ ബാഴ്സലോണ ബോൾ പൊസിഷൻ കൺട്രോൾ ചെയ്തിട്ട് അതേപോലെ ബോൾ കൺട്രോൾ ചെയ്തിട്ട് പരമാവധി നോക്കിയുള്ള പാസുകളായിരുന്നു ഭയങ്കര ഇതായിട്ട്. റയൽ എന്താ പറഞ്ഞാൽ ഇവരുടെ ആ മിസ് ചെയ്ത് കിട്ടുന്ന ബോൾ കൊണ്ട് കൗണ്ടറിൽ കൊണ്ട് ഗോൾ അടിക്കാനുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ട് വിനീഷ്യസ് ജൂനിയർക്ക് കിഡിലൻ ഒരു ചാൻസ് കിട്ടി. കൊണ്ടേക്ക് മറികടന്ന് ഒരു കിഡിലൻ, അത് ഗോളായി തന്നെ വിചാരിച്ചാണ്. ജോൺ ഗാസിയ അത് സേവ് ചെയ്യണ്ടായി. അതിനുശേഷം റഫീനയ്ക്ക് ഒരു ചാൻസ് കിട്ടുന്നുണ്ട്, യമാലിന് കിട്ടുന്നുണ്ട്. യമാലിന്റെ ഒരു കിഡിലൻ പാസിൽ നിന്ന് ലെവൻഡോസിക്ക് ഒരു ചാൻസ് കിട്ടുന്നുണ്ട്. അതിനുശേഷം യമാലിന്റെ തന്നെ ഒരു പാസിൽ നിന്നിട്ട് ഫെർമിൻ ലോപ്പസിന്റെ ഒരു കിഡിലൻ അടി കോർട്ടോ സേവ് ചെയ്യുന്നുണ്ട്. യമാലിന്റെ ഒരു ബോൾ കോർട്ടോ സേവ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ എന്തായാലും ആ ഒരു 45 മിനിറ്റ് വരെ, ഫസ്റ്റ് ഹാഫ് മുഴുവൻ അങ്ങനെ ഡൊമിനേറ്റ് ചെയ്യുന്നില്ല. 45 മിനിറ്റ് വരെ, 45 മിനിറ്റിന് ശേഷം പിന്നെ കളി മാറി. കളി എന്താ പറഞ്ഞാല് 1-0 ആയിരുന്നു, അത് 1-1 ആവുന്നു, 2-1 ആവുന്നു, 2-2 ആവണു. എന്താ നടക്കുന്നതെന്ന് അറിയുന്നില്ല. ഇങ്ങനെ ഗ്യാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയില്ലല്ലോ. അപ്പോ കളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ആ ഒരു ടൈമിലാണ് വിനീഷ്യസ് ജൂനിയറിന്റെ ഒരു കൗണ്ടർ വരുന്നത്. സെന്ററിൽ നിന്നാണ് ചങ്ങായി ഒരു വൺ മാൻ ഷോ എന്ന് പറയില്ലേ. കഴിഞ്ഞ ഒക്ടോബറിൽ എങ്ങനെയാണ് ഈ ചങ്ങായി റയൽ മാഡ്രിഡിന് വേണ്ടി ഗോൾ അടിച്ചിട്ടുള്ളത്, അതിന്റെ എല്ലാം തീർക്കാനുള്ള ഒരു ഗോളായിരുന്നു അത് വന്നത്. ആ ഒരു സെന്ററിൽ നിന്ന് കിട്ടിയ ബോളുമായിട്ട് വരുന്നൊരു വരവുണ്ട് ചങ്ങായി. കുണ്ടനൊക്കെ എങ്ങനെ കാഴ്ചക്കാരനായത്, ഈ കുബാർസിനെയും കാഴ്ചക്കാരനെ എറിഗാസിനെയും ഒക്കെ ചെയ്തിട്ട് ആ ഒരു കുണ്ടയുടെ കാലടി കൂടെ ബോൾ ഇട്ടിട്ട് പോക്കുണ്ട്. എന്തുകൊണ്ടാണ് ബാഴ്സ പ്ലേയേഴ്സ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പറഞ്ഞാൽ, തൊട്ടാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ തട്ടിട്ട് വീണ് കഴിഞ്ഞാൽ പെനാൽറ്റി എന്ന് ഉറപ്പാ. പൊതുവെ പെനാൽറ്റി ബോക്സിന്റെ കുണ്ടയ്ക്ക് ആ പെനാൽറ്റി ബോക്സിന്റെ എത്രയോ ആളിനെ ഫൗൾ ചെയ്തിടാൻ അല്ലെങ്കിൽ ആ ബോൾ ക്ലിയറൻസ് നോക്കാൻ കുണ്ടങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് പെനാൽറ്റി ബോക്സിനുള്ളിലെത്തി. പെനാൽറ്റി ബോക്സിനുള്ളിൽ വെച്ച് രണ്ടാളും ഒക്കെ മൂന്നാളും കാഴ്ചക്കാരെ നിർത്തിയിട്ടാണ് ജോൺ ഗാസിയനെയും മറികടന്നിട്ട് ആ ഗോൾ ഉള്ളിലേക്ക് കയറുന്നത്. അടേ ഗോൾ മാൻ, എന്ത് രസമായിരുന്നു അറിയോ. വിനി നമുക്ക് ആ കുറെ കാലമായിട്ട് ഇങ്ങനെയുള്ള പെർഫോമൻസ് ഒന്നും എടുക്കാത്ത, ഇന്ന് വിനി റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് എംബാപ്പയുടെ ഒരു കുറവ് നികത്തി തന്നെ പറയാം. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫിൽ തന്നെ കിടിലൻ 2 ചാൻസാണ് എനിക്ക് കിട്ടിയത്, 2 സെയിം ചാൻസുകൾ. അങ്ങനെ അത് കഴിഞ്ഞ് 1-1 ഗോളൊക്കായി. അങ്ങനെ സൗദിയിൽ ഇങ്ങനെ 2 ടീമുകൾ ഇങ്ങനെ ആർത്തിരമ്പി ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കിടിലൻ പെഡ്രയുടെ ഒരു കിടിലൻ അസിസ്റ്റില് നമ്മുടെ ലെവൻഡോസ്കി ചങ്ങായിയുടെ ആ ഒരു ചിപ്പ് ഗോൾ ഉണ്ടല്ലോ, ആളുടെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അവിടെ ആ ഒരു ഗോൾ കാണിക്കുന്നത്. കോർട്ടോന്റെ മുകളിലൂടെ ആ ചിപ്പ് ചെയ്തിട്ട് ആ ഗോൾ ഇട്ടാണ് ബാല തട്ടിട്ട് ഉള്ളിൽ കയറി പോകുന്ന സാധനം. 2-1. അപ്പോ ഒന്ന് ആശ്വാസമായി നിൽക്കാം. ഓക്കെ, ഒരു 2-1 ലീഡ് നേടി ഹാഫ് ടൈമിന് മുമ്പ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു സെറ്റ് പീസ് കോർണർ ബോൾ വരികയാണ്. അത് ആദ്യം ഹെഡ് ചെയ്ത് വരുന്ന സാധനം ബോക്സിലോട്ട് വരുന്ന സമയത്ത് റഫീനയാണ് അവിടെ നിൽക്കുന്നത്. റഫീന ആ ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അത് ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്ത് വരുന്ന സമയത്ത് നേരെ പോയിട്ട് ഗ്രാസിന്റെ കാലിലാണ് വീഴുന്നത്, റയൽ മാഡ്രിഡിന്റെ താരത്തിന്റെ. ചങ്ങായി ഇങ്ങനെ സ്ലിപ്പായിട്ട് ബാക്കിൽ പെഡ്രിന്റെ സ്ലിപ്പായിക്കൊണ്ട് ഇങ്ങനെ കാലിൽ തട്ടി വിടുന്ന സാധനം അങ്ങനെ കയറണം ആ പോസ്റ്റിന്റെ ഉള്ളിലേക്ക്. ടി ജോൺ ശ്രമിക്കുന്നുണ്ട് ഹെഡ് ചെയ്ത് കളയാൻ വേണ്ടി, പക്ഷെ അപ്പോഴേക്കും ജോൺ ഗാസിനെയും മറികടന്നത് ബല്ലിന്റെ ഉള്ളിലെത്തി. 2-2 ഹാഫ് ടൈമിൽ ഇങ്ങനെ പതപ്പിച്ച് നിർത്തി. എന്താ പറഞ്ഞാൽ എൽ ക്ലാസിക്കൊക്കെ വേണ്ട എല്ലാ ചേരുവകളും ഫസ്റ്റ് ഹാഫിൽ കുറെ നേരമൊക്കെ ബാഴ്സ ഡൊമിനേറ്റ് ചെയ്തതും കളി കഴിയുമ്പോ ഹാഫ് ടൈം ആയപ്പോ റിസൾട്ട് 2-2. എങ്ങനെയുണ്ട്? അതിനുശേഷം കളി തുടങ്ങുന്നുണ്ട്. 50-ാം മിനിറ്റിൽ കിടിലൻ ചാൻസുകൾ നമ്മുടെ വിനീഷ്യസ് ജൂനിയർക്കും അതേപോലെ തന്നെ റഫീനയ്ക്ക് ഇവിടെ ചാൻസുകൾ കിട്ടുന്നുണ്ട്. അങ്ങനെ അങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എപ്പോഴും ഒരു വിന്നിംഗ് ഗോൾ വരാന്ന് 2 ടീമുകൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞാൽ കുറച്ചുകൂടെ ഫൗളുകൾ അറ്റംപ്റ്റുകളും അതേപോലെ കുറച്ചുകൂടെ പ്രസ് ചെയ്യാൻ തുടങ്ങി റയൽ മാഡ്രിഡ് സെക്കൻഡ് ഹാഫിൽ. എന്താ പറഞ്ഞാൽ അവർക്ക് അപകടമാണ്. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ 2 ഗോൾ കിട്ടിയതുപോലെ അല്ല, ഇനി ചിലപ്പോൾ ബാഴ്സ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചടിക്കാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷൻ വന്നപ്പോൾ ഇവര് കുറെ കൂടെ പ്രസ് ചെയ്ത് കളിക്കാൻ തുടങ്ങി. അതേപോലെ ഫൗൾ അറ്റംപ്റ്റുകളൊക്കെ തുടങ്ങി. എന്താ പറഞ്ഞാൽ ഇവര് ബാഴ്സ ഇങ്ങനെ ബോൾ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ അങ്ങോട്ട് കൊടുത്ത് പാസ് ചെയ്ത് ടിക്കറ്റൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് റയലിന് ബോൾ കൈ കിട്ടാണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രസ് ചെയ്താൽ മാത്രമേ ബോൾ കിട്ടുള്ളൂ. ആ ഒരു അവസരം വന്നപ്പോൾ ഇവര് നല്ലപോലെ പ്രസ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ട് കുറെ ചാൻസുകളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 72-ാം മിനിറ്റ് ആയപ്പോ നമ്മുടെ റഫീനയുടെ ഒരു കിടിലൻ ഗോൾ, ആ ഒരു ഗോള് വന്ന വഴി നോക്കുകയാണെങ്കിൽ ഫെറാൻ ടോറസിന് യമാല് കൊടുത്ത പാസ് ഫെറാൻ ടോറസ് ഓൽമോയ്ക്ക് നൽകുകയാണ്. ഓൽമോ തിരിച്ച് ഫെറാൻ ടോറസിന് കൊടുക്കുന്നത്, ഫെറാൻ ടോറസ് ലീവ് ചെയ്യാണ്. ആ ലീവ് ചെയ്യുന്ന ബോള് ചെന്നെത്തുന്നത് റഫീനയുടെ റൈറ്റ് ഫുട്ടിലാണ്. റൈറ്റ് ഫുട്ടിൽ അടിക്കുമ്പോൾ റഫീനെ സ്ലിപ്പ് ചെയ്ത് വീഴുന്ന സമയത്ത് അസൻസിയോന്റെ കാലിൽ ടച്ച് ചെയ്തിട്ട് അതൊരു ഡിഫ്ലക്ഷൻ ആയിട്ടാണ് ആ പോസ്റ്റിനുള്ളിൽ കയറുന്ന സമയത്ത് കോട്ടോ നിലത്ത് ഡൈവ് ചെയ്ത് കിടക്കുക. കോട്ടോന്റെ മുകളിലൂടെ ബോൾ പോസ്റ്റിലേക്ക് കയറുന്നത്. അങ്ങനെ 3-2 വിജയത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്
90 മിനിറ്റ് ആയപ്പോ നമ്മുടെ ഡിജോണിന് റെഡ് കാർഡ് കിട്ടണം. ഭയങ്കര ആ ഒരു പ്രഷറായ നിമിഷം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ 90 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ് മതി റയലിന് ഫൈനലുകളിലൊക്കെ ഒരു തിരിച്ചു വരവ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ഒക്കെ ധാരാളം എന്ന് പറയാം. അവർ ഇതേപോലെ മുമ്പും ഒരുപാട് ഫൈനൽസുകളിൽ 1-2 ഗോളൊക്കെ ഇങ്ങനെയുള്ള സമയത്ത് അടിച്ചിട്ടുണ്ട്. അപ്പോ പിന്നെയും ടെൻഷൻ കൂടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊക്കയാന്ന് പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോ വേണമെങ്കിലും തിരിച്ചൊരു ഗോൾ വന്ന് സമനിലയായിട്ട് പെനാൽറ്റി പോകുന്ന ഇങ്ങനെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷത്തിലാണ് ഡിഫൻസിൽ നിന്നിട്ട് നമ്മുടെ റാഷ്ഫോർഡ് ഒരു ബോൾ എടുത്തിട്ട് ഒരു കൗണ്ടർ പോകുന്നുണ്ട്. ശരിക്കും എത്ര സുന്ദരമായിട്ട് അടിക്കേണ്ട ഗോളാന്ന് അറിയാം. ചങ്ങായിക്കുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഫൈനലിൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു മെന്റാലിറ്റി ഇല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും ബാഴ്സലോണയിലൊക്കെ കാണുന്നത്. ഇവിടെ പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാം. ആ ഒരു ബോൾ ഒറ്റയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ഡിഫൻഡർമാരൊക്കെ ബാക്കിൽ ഓടി വരുന്നേ ഉള്ളൂ. ഷ്യോമിനിയും അസൻസിയും ഒക്കെ ബാക്കിൽ ഓടി വരുന്നുള്ളൂ, വിജിസനൊക്കെ. ആ സമയത്താണ് ഈ ചങ്ങായി അടിച്ച് വിടുക ഒരു വെടിയുടെ ഷോട്ട് ബോക്സിന്റെ സൈഡിലൂടെ. കോർട്ടുകൾ ഒന്ന് കയറിയിട്ട് പെനാൽറ്റി ബോക്സിന് ഉള്ളിൽ കയറിയിട്ട് ഒന്ന് ടൈം കളഞ്ഞാൽ തന്നെ മതി. കുറച്ചു നേരം ഒരു 2 മിനിറ്റ് അവിടെ നിന്ന് കളയാം, ഒന്നല്ലെങ്കിൽ ബാക്കിലേക്ക് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആ ടിച്ച് അങ്ങോട്ട് വിടുക. അത് പോയി. അത് കഴിഞ്ഞ ശേഷം റയലിന് കിട്ടിയ 2 ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുക ഈ കളിയിൽ റയൽ മാഡ്രിഡിന് പറ്റിയ പണി എന്ന് പറയുന്നതായിരുന്നു. ഈ ഗോൾ അറ്റംപ്റ്റിന് ശേഷം അടുത്ത് കിട്ടുന്ന റയലിന്റെ ഒരു അടിപൊളി അവസരമായിരുന്നു. എന്താ പറഞ്ഞാല് പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിൽ ഒരു കൂട്ടപ്പിടിച്ചിലായിരുന്നു. ആ സമയത്ത് ബോൾ ഇങ്ങനെ സെന്ററിൽ കിടക്കണം, പെനാൽറ്റി ബോക്സിന്റെ ആ ഒരു ഡി ബോക്സിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഷോമിന് ഓടി വന്നിട്ട് അത് ലീവ് ചെയ്യണം. എന്താന്ന് പറഞ്ഞാല് കരരാസ് ഓടി വരുന്നുണ്ട്. അപ്പൊ കരരാസിനെ അടിക്കാൻ വേണ്ടി കരരാസ് നേരെ അടിച്ചു കൊടുക്കുന്നത് എവിടേക്കാ? ജോൺ ഗ്രാസ് എന്ന് പറയുന്ന ആ മതിലിന്റെ കയ്യിലേക്ക്. ചങ്ങായി സൈഡിലോട്ട് വിടാത്ത മനുഷ്യൻ സെന്ററിൽ കറക്റ്റ് കയ്യിലേക്ക് അടിച്ചു കൊടുക്കണം. അപ്പൊ വീണ്ടും ആശ്വാസം, നെടുവീർപ്പ് വിട്ടു. അയ്യോ ഒന്നും പറയണ്ട. അത് കഴിഞ്ഞ് അടുത്ത ഒരു കോർണർ കിക്ക് വരുന്നു. കോർണർ കിക്കില് സിമ്പിളായിട്ട് എംബാപ്പെ ഇട്ട് കൊടുക്കുന്ന ബോള് നമ്മുടെ അസൻസിയോ ഹെഡ് ചെയ്തിട്ട് ജോൺ ഗാസേന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ബോൾ അടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് വിസിൽ അടിക്കുന്നു. ഫൈനൽ വിസിൽ ഇതൊന്നു. കളി ശുഭം. ബാഴ്സലോണ 3-2 വിജയിക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് വേണം ഒരു ബാഴ്സ ഫാൻ എൽ ക്ലാസിക്കോയില്, അതും ഒരു സൂപ്പർ സ്പാനിയോൾ കപ്പിൽ എന്ന് പറയുമ്പോ ഒന്നും വേണ്ട, ഹാപ്പി അല്ലേ? അപ്പൊ നാളെ റയൽ മാഡ്രിഡ് ഫാൻസിനെ മൊത്തം ട്രോളാനുള്ള വക ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, മാൻ ഓഫ് ദി മാച്ച് നേടി 2 ഗോൾ നേടിയിട്ട് ഇമാതിരി പെർഫോമൻസ് എടുത്ത ചങ്ങായി റഫീനെ സൈലന്റ് കില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും സൈലന്റ് കില്ലറാണ്. എന്താ പറഞ്ഞാൽ യമാല് ഗ്രൗണ്ടിൽ എന്തിനാണ് ഈ 90 മിനിറ്റ് കളിപ്പിക്കുന്ന അൻസിഫ്ലിക്ക് കാര്യം മനസ്സിലായോ? യമാൽ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് യമാലിനെ പൂട്ടാൻ വേണ്ടി 2 ആൾ ചുരുങ്ങിയുണ്ടാവും. ഇന്ന് കരരാസും ഉണ്ടായിരുന്നു, റോഡ്രിഗോയും പിന്നാലെ തന്നെ യമാലിന്റെ. എന്നിട്ട് യമാൽ ഗ്രൗണ്ടിൽ ചിത്രം വരയ്ക്കുന്നുണ്ടായിരുന്നു. ഗോൾ സ്കോർ ചെയ്യാനുള്ള നല്ല കിടലും 2-3 അവസരങ്ങൾ കിട്ടിയത്. പക്ഷെ ഗോളൊന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല, അസിസ്റ്റുകളും കൊടുക്കാനും പറ്റില്ല. പക്ഷെ ആള് ഇന്ന് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ. ലെവൻഡോസ്കി ഒരു ഗോൾ സ്കോർ ചെയ്തതിന് ലെവൻഡോസ്കിന്റെ അത്ര വലിയ പെർഫോമൻസ് ഒന്നല്ല കണ്ടത്. കുണ്ടയുടെയും എന്താ പറഞ്ഞാല് വിനീഷ്യസ് 2 അറ്റംപ്റ്റ് നടത്തിയപ്പോഴും കുണ്ടയുടെ മിസ്റ്റേക്കിലാണ് വന്നത്. പക്ഷെ കുണ്ടെ കുറച്ചുകൂടെ എന്താ പറയാ എനർജറ്റിക് ആയിട്ട് കളിക്കേണ്ട കാര്യമാണ്. എന്താ പറഞ്ഞാൽ ഇനിയിപ്പോ നമ്മുടെ പുതിയ ആള് വരുന്നുണ്ട്, അപ്പോ കോമ്പറ്റീഷൻ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കിന്ന് നിരാശയായിട്ട് തോന്നിയത് കുബാർസിയുടെ പെർഫോമൻസ് ആണ്. എന്താണ് ചങ്ങായിക്ക് പറ്റിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് കളിക്കുന്നത്. ഒരു ഹാർഡായിട്ടൊരു അതേപോലെ വിനിയൊക്കെ ഫൗൾ ചെയ്ത് വീണ് കിടക്കുന്ന സമയത്ത് ഒരു സോഫ്റ്റ്നെസ് ആയിട്ട് കളിക്കുന്നത്. എന്താ പറഞ്ഞാൽ ഒരു അഗ്രഷൻ ഇല്ലാതെ അങ്ങനെ ഒരു എന്തൊക്കെയോ മിസ്സായ പോലെ ഉണ്ട്. എനിക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ആയിപ്പോയി. പിന്നെ നോക്കുകയാണെങ്കിൽ വേറെ ജോൺ ഗ്രാസി ആയിക്കോട്ടെ, അതുപോലെ റിഗ്രാസി ആയിക്കോട്ടെ, ബാൾഡെ, ഫെഡ്രി, ഡിജോണിന്റെ ആ ഒരു റെഡ് കാർഡ്, അനാവശ്യമായ റെഡ് കാർഡ് തന്നെ പറയാം. എംബാപ്പയും യമാലും കൂടിയുള്ള ഒരു യമാല് കൊണ്ടുവന്ന ബോളിനെ ആ ഒരു ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ട് വരിക എംബാപ്പെ. ആ സമയത്ത് ഒരാവശ്യമില്ലാത്ത അനാവശ്യ ഫൗളാന്ന് പറയാം. എന്താ പറയുക, ആ സമയത്ത് കുറച്ചുകൂടെ ആളിനെ ഹോൾഡ് ചെയ്യിപ്പിക്കാൻ വേണ്ട, അതിന് പോയിട്ട് ചാടി കയറി ആ ഒരു ഫൗളും അറ്റംപ്റ്റ് ചെയ്ത് അത് ഫസ്റ്റ് നോക്കിയപ്പോൾ റെഡ് കാർഡ് എന്തിനാ കൊടുത്തത് ചോദിച്ചു. പക്ഷേ റീപ്ലേ കണ്ടപ്പോൾ മനസ്സിലായി അത് കാലിൽ നല്ല ചവിട്ടുണ്ട്. പക്ഷെ സോഫ്റ്റ് ടച്ച് ആണെങ്കിലും പക്ഷെ അത് റെഡ് കാർഡിനുള്ളതാണ്. റഫറിക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ റെഡ് കാർഡിനുള്ളതാണ്. ആ റെഡ് കാർഡ് കിട്ടിപ്പോയപ്പോൾ തന്നെ വീണ്ടും ടെൻഷനായി, എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത്. എന്താ പറഞ്ഞാല് റയൽ മാഡ്രിഡ് ആണെന്നുള്ള കാര്യമാണ്. ഈ ചങ്ങായിമാര് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ അവസാന മിനിറ്റുകളിലൊക്കെ ഒരു ഗോൾ തിരിച്ചടിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സ് ആണ്. അത് എംബാപ്പെ കളത്തിറങ്ങിയിട്ട് 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോ എന്തായാലും ഇന്ന് ബാഴ്സ ആരാധകർക്ക് ഉറങ്ങാത്ത രാത്രിയാണ്. റയൽ മാഡ്രിഡിന് സൗദിയിൽ ഇപ്പോ 2ാമത്തെ കളിയായി അവര് പരാജയപ്പെടുന്നത്. പെപ് ഗാർഡിയോളാണ് ഇതിനു മുമ്പ് 2 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് സ്പാനിഷ് സൂപ്പർ കപ്പ് തൂക്കിയിട്ടുള്ള. അതിനുശേഷം അൻസിഫ്ലിക്ക് കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് മാത്രമാണ് നഷ്ടപ്പെട്ടത് നമുക്ക്. ഓക്കെ, അപ്പോ ഈ സീസണിൽ തുടങ്ങിയ ട്രോഫികൾ എടുക്കാൻ 2026 തുടക്കം തന്നെ ട്രോഫിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് കാലറിയുന്ന ചാമ്പ്യൻസ് ലീഗ് ചെൽസിക്ക് എതിരെ പരാജയപ്പെട്ടു, എൽ ക്ലാസിക്കോയിൽ റയൽ മാഡ്രിഡ് ലീഗിൽ പരാജയപ്പെട്ടു. പക്ഷെ ലീഗിൽ ഇപ്പോഴും ടോപ്പിലാണ് നിൽക്കുന്നത്. 5 പോയിന്റ് ഡിഫറൻറ്റിലാണ് റയൽ മാഡ്രിഡ് മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഈ സീസണിൽ ലാ ലീഗ് ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും തൂക്കും. അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വിക്ടറിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ബാഴ്സ വിജയിച്ചിട്ടാണ് വരുന്നത്. ഇപ്പോൾ 10ാമത്തെ മത്സരമാണ് വിജയം.
തോൽവി അറിയാതെ 10 മത്സരങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി അതും തീ പാറിയ പെർഫോമൻസ് ആണ്. ഡിഫൻസിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോ ജനുവരി ട്രാൻസ്ഫറിൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഭയങ്കര കുറവാണ്. അതില് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ ക്ലബ്ബുകൾ 400-500 മില്യണൊക്കെ ചെലവാക്കിയിട്ടാണ് എന്നുള്ളത് ആലോചിക്കണം. നമ്മള് ലാലിഗയിൽ നോക്കുകയാണെങ്കിൽ 1-ാം സ്ഥാനത്തുള്ള അറ്റ്ലറ്റിക്കോ മഡ്രിഡാണ്, 2-ാം സ്ഥാനത്തുള്ളത് റയൽ മഡ്രിഡ്, 3-ാം സ്ഥാനത്തുള്ളത് വില്ലേറിലാണ്, അതിനുശേഷം റയൽ ബെറ്റീസ്, അത് കഴിഞ്ഞ 5-ാം സ്ഥാനത്താണ്. 80 മില്യൺ എന്തോ കഴിഞ്ഞ 2025 ആകെ മുടക്കിയിട്ടുള്ള ഈ ചെങ്ങന്മാര് പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് ലാമാസയുണ്ട്, ലാമാസയെ വെച്ചിട്ട് നമ്മളിങ്ങനെ കളിക്കും. അപ്പോ അതിപ്പോ നിങ്ങൾ വില്യൻസ് കൊണ്ടുവന്നിട്ടോ എംബാപ്പനെ കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ കളിക്കും, നമ്മൾ ജയിക്കും. അതിന്റെ ഉദാഹരണമാണ് അവസാനത്തെ 6 എൽ ക്ലാസിക്കോയിൽ 5ഉം വിജയിച്ചു എന്നുള്ളത്. കഴിഞ്ഞൊരു എൽ ക്ലാസിക്കോ തോറ്റു, അപ്പൊ ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വേറെ വിഷയം. അപ്പൊ കളിയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ഫസ്റ്റ് ഹാഫിൽ നോക്കുകയാണെങ്കിൽ ബാഴ്സയുടെ ഡൊമിനേഷൻ ആയിരുന്നു. 45 മിനിറ്റ് വരെ. 45-ാം മിനിറ്റിന് ശേഷം കളി മാറി. ഹാഫ് ടൈമിന് ശേഷം റയൽ കളി പിടിച്ചെടുക്കാൻ തുടങ്ങി. പക്ഷെ 70-സംതിങ് മിനിറ്റുകളിൽ ഹഫീനയുടെ ഗോൾ വന്ന ശേഷം പിന്നെ ബാഴ്സ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഒരുപാട് അറ്റംപ്റ്റുകൾ രണ്ട് ഭാഗത്തുണ്ടായിരുന്നു. ലെവൻഡോസ്കിക്കും അതേപോലെ യമാലിനൊക്കെ കിടിലൻ ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓൾമോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇന്ന് ഗംഭീരായിരുന്നു. ആ സമയത്ത് ബോൾ ഹോൾഡിങ്ങും അതേപോലെ പാസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗംഭീരമായിട്ട് ഓൾമോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആക്കിയ ശേഷം ഗംഭീര പെർഫോമൻസ് ആണ്. ഫെറാൻ ടോറസ് ഇന്നിപ്പോ കുറച്ച് ടൈമേ കിട്ടിയുള്ള ആള് കിട്ടിയ അവസരങ്ങളൊക്കെ നന്നായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. അപ്പോ കോർട്ടുകളുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ മക്കളെ. കോർട്ട് ഇല്ലെങ്കിൽ ഇന്ന് കിടിലൻ ഒരു 3-4 ഗോൾ കയറേണ്ടതായിരുന്നു. കോർട്ട് എമ്മാതിരി സേവാണ് ചങ്ങായി ചെയ്യുന്നത് പറഞ്ഞാല്. അത് ഇന്നിപ്പോ ജോൺ ഗാസിക്ക് ഓൺ ടാർജറ്റിൽ വന്നതും അതേപോലെ കോർട്ടോയ്ക്ക് ഓൺ ടാർജറ്റ് വന്ന എല്ലാം ഡയറക്റ്റ് ഷോട്ടുകളാണ്, നെഞ്ഞത്തോട്ട് അടി വരുന്നത്. അപ്പൊ പിന്നെ തടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും എൽ ക്ലാസിക്കോ വിജയിച്ച് അങ്ങനെ ഈ സീസണിലെ ആദ്യ കപ്പ് ചൂടിയിരിക്കുന്നത്. പെഡ്രയുടെ കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ലെവൻഡോസ്കിക്ക് ഒരു കിഡിലൻ ഒരു അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആളിന്ന് നല്ല പെർഫോമൻസ് ആണ്. ഡിജോൺ ആയിട്ട് നല്ല കോമ്പും നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ റോഡ്രിഗോനെ പിടിച്ചിടുന്ന ഒരു സീനുണ്ട്. അതിപ്പോ ഇന്ന് ട്രോളുകൾക്കുള്ള വകുപ്പുകളൊക്കെ ഉണ്ട്. എന്തായാലും ബാഴ്സ ജയിച്ചുകൊണ്ട് പരമാവധി കഴിച്ചായി എന്ന് പറയാം. എന്താന്ന് പറഞ്ഞാൽ കളി കഴിയുന്നതിന് മുമ്പ് തന്നെ റോഡ്രിഗോന്റെ ജേഴ്സി വാങ്ങിച്ചു തന്നിട്ട് കഴിഞ്ഞതിൽ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ടാക്ടിക്കലി വിജയിക്കാൻ പറ്റാത്ത സമയത്ത് എടുക്കുന്ന ഒരു ഇതാണ് ഈ പിടിച്ചിടലും വലിക്കലൊക്കെ. ഇത് മുമ്പും പല മത്സരങ്ങളിലും നടന്നിട്ടുണ്ട്. റയൽ മഡ്രിഡ്, ബാഴ്സലോണ പ്ലേയേഴ്സായ ലയണൽ മെസ്സിനെയൊക്കെ വലിച്ചിട്ട് ഇതിന് മുമ്പ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇതെന്താ പറഞ്ഞാൽ നമുക്ക് ടാക്ടിക്കലായി നേരിടാൻ പറ്റാതാവുമ്പോൾ ഫിസിക്കലായിട്ട് ചെയ്തിട്ട് ആ ഒരു പ്ലെയറെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. അത് ആ ഒരു ടൈമിൽ അറ്റംപ്റ്റ് എന്താ പറഞ്ഞാൽ ചില സമയത്ത് ഈ ഒരു പ്ലെയറെ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ഗോളാക്കി മാറാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ബാഴ്സലോണ വിസ് റയൽ മഡ്രിഡ്. നമുക്ക് ഇന്ന് നടന്ന എൽ ക്ലാസിക്കോന്റെ സ്റ്റാറ്റസിലേക്ക് നടക്കാം. 14 ഷോട്ടുകളാണ് ബാഴ്സലോണ എടുത്തപ്പോൾ 8 എണ്ണം ഓൺ ടാർജറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. റയൽ മഡ്രിഡ് നോക്കുകയാണെങ്കിൽ 10 ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. അതിൽ 8 എണ്ണം ഓൺ ടാർജറ്റിലേക്കാണ് വന്നത്. 71% പൊസിഷൻ ഉണ്ടായത് ബാഴ്സലോണയ്ക്ക്. ഫസ്റ്റ് ഹാഫിൽ നോക്കി കഴിഞ്ഞാൽ 90% ബാഴ്സലോണയിൽ തന്നെയാണ് ബോൾ ഉണ്ടായിരുന്നത്. 10% റയലിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. റയലിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 29% മാത്രമേ ബോൾ ഉണ്ടായിരുന്നു. 565 പാസുകൾ ബാഴ്സലോണ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 262 പാസുകൾ മാത്രം റയൽ മഡ്രിഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പാസിംഗ് അക്യുറസി നോക്കുകയാണെങ്കിൽ 93% ബാഴ്സ ഉണ്ടായ സമയത്ത് 80% റയൽ മഡ്രിഡ് ഉണ്ടായിരുന്നു. ഫൗൾസുകൾ നോക്കുകയാണെങ്കിൽ ബാഴ്സലോണ 14 കംപ്ലീറ്റ് ചെയ്തപ്പോൾ റയൽ മഡ്രിഡ് 9 ഫൗൾസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. യെല്ലോ കാർഡ് ബാഴ്സയ്ക്ക് 2ഉം റയൽ മഡ്രിഡിന് 3ഉം കിട്ടിയിട്ടുണ്ടായിരുന്നു. റെഡ് കാർഡ് ബാഴ്സയ്ക്ക് 1 കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇന്ന് വലിയ ഓഫ് സൈഡ് ട്രാപ്പുകളൊന്നും ബീറ്റ് ചെയ്യാൻ വേണ്ടി റയൽ മഡ്രിഡ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ബോൾ ഫസ്റ്റ് ഹാഫിൽ കൊടുത്തിട്ടില്ല. ഞാനൊരു 45 മിനിറ്റ് ആയപ്പോൾ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി വിചാരിച്ചാണ്, എന്താണ് ചെങ്ങായിമാർ നിങ്ങളുടെ കൂടെ അല്ല റയൽ മഡ്രിഡ് കളിക്കുന്ന, അവർക്കും കുറച്ച് ബോൾ കൊടുക്കുന്ന പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇടാൻ നിൽക്കുന്ന സമയത്താണ് വിനിയുടെ ഗോൾ വരുന്നത്. ഭാഗ്യത്തിന് സ്റ്റാറ്റസ് ഇട്ടാണെങ്കിൽ അതിനും വേണ്ടി വന്നില്ല ട്രോള്. പക്ഷെ ഇന്ന് നമ്മൾ ജയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതൊക്കെ കഴിച്ചിലായി എന്ന് പറയാം. അങ്ങനെ കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ ബാഴ്സലോണ 5 എണ്ണം വിൻ ചെയ്തപ്പോൾ റയൽ മഡ്രിഡ് 6 എണ്ണം വിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത അറ്റാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഓഫ് ടാർജറ്റ് വന്നിട്ടുള്ളത് റയൽ മഡ്രിഡിന്റെ ഭാഗത്ത് 2 എണ്ണം ആണെങ്കിൽ ബാഴ്സലോണയുടെ ഭാഗത്ത് 6 ഓഫ് ടാർജറ്റുകൾ വന്നിട്ടുണ്ട്. ഡിഫൻസിൽ നോക്കുകയാണെങ്കിൽ കീപ്പർ സേവ് നോക്കുകയാണെങ്കിൽ ബാഴ്സലോണ 6 എണ്ണം സേവ് ചെയ്തപ്പോൾ റയൽ മഡ്രിഡ് 3 എണ്ണം സേവ് ചെയ്തിട്ടുണ്ട്. ടാക്കിൾ വിൻ ചെയ്തത് 4 എണ്ണം 100% ആണ് ബാഴ്സലോണ ചെയ്തപ്പോൾ റയൽ മഡ്രിഡ് 14 എണ്ണം 93%. അതേപോലെ തന്നെ ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ ബാഴ്സലോണ 18ഉം റയൽ മഡ്രിഡ് 20ഉം ക്ലിയറൻസ് ഉണ്ട്. ഇന്റർസെപ്ഷൻ നോക്കുകയാണെങ്കിൽ റയൽ മഡ്രിഡ് 5 ഇന്റർസെപ്ഷൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലോക്സ് നോക്കുകയാണെങ്കിൽ ബാഴ്സലോണ 1ഉം റയൽ മഡ്രിഡ് 2ഉം ആണ്. അപ്പൊ എന്തായാലും ശുഭരാത്രി ആയിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ടാവും ഇന്നലെ എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഇനി അടുത്ത എൽ ക്ലാസിക്കോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.